ഈ പ്രിയമുള്ളവരെ, ഈ 2010 അതായത് 15 ഈ ഏരിയ സെക്രട്ടറി ആയിരുന്ന ആൾ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി എന്തോ തേനും പാലും ഒഴുക്കിയെന്നാണ് പറയണത്. എന്താ തേനും പാലും ഒഴുക്കിയത്? കോൺഗ്രസ്സുകാർ കൊണ്ടുവന്ന 5 കോടി ഉറുപ്പിനെ എടുത്ത് ദൂർത്തടിച്ച് ചിലവാക്കിയതാണ്. 200 കോടിൻ്റെ വികസനം എന്നാണ് പറയുന്നത്. 20 വർഷം ഒരു പഞ്ചായത്തിൽ സഖാക്കൾ അറിയണം. 20 വർഷത്തിന് ഫണ്ടാണ് 5 കോടി കൊണ്ട് 200 കോടി പറയണത്. ഞങ്ങൾ കൊണ്ടുവന്ന 5 കോടി ഉറുപ്പ്യ എക്സസ് എമൗണ്ട് പഞ്ചായത്തിൻ്റെ, അതിനെ എടുത്ത് പാർക്കിന് ബക്കറ്റും 450 ഉറുപ്പ്യം എന്ന് പറഞ്ഞ മാതിരി ഗർഭനിരോധനത്തിന് വേണ്ടിയിട്ട് 450 ഉറുപ്പ്യം ബക്കറ്റും കൊടുക്കുന്ന മാതിരി ആ പാർക്കിനെ വെട്ടിക്കമ്മിയാക്കി ആ പഞ്ചായത്തിൻ്റെ താഴെയുള്ള 10-15 കച്ചവടക്കാരുടെ കഞ്ഞൂടി മുട്ടിച്ച ആൾക്കാരാണ് ഇവർ. 200 കോടിൻ്റെ വികസനം കൊണ്ടുവന്നു. പിന്നെ ആ ബസ് സ്റ്റാൻഡിന് മുന്നിൽ കൊണ്ടുവന്ന ഒരു നല്ല കാര്യം അതിലുള്ളത്, ആ ബസ് സ്റ്റാൻഡിന് മുന്നിൽ പിന്നെ ആ ടെർമിനൽ പണിത് മാത്രമേ ഉള്ളൂ. നേരത്തെ ഉള്ള ബസ് സ്റ്റാൻഡിനെ പൊളിച്ച് അവിടെ പൊളിച്ച് വീണ്ടും അതിൽ കമ്മീഷൻ പറ്റാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിൽ അടിക്കുറിപ്പുമായിട്ട് CPM വടി കൊടുത്ത് അടി മേടിക്കേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. 200 കോടിൻ്റെ വികസനം പറയുമ്പോൾ പൊട്ടന്മാരൊന്നുമല്ല ഇവിടെയുള്ള നമ്മാർ നിയമമണ്ഡലത്തിലുള്ള ആൾക്കാർ, അല്ല കേരളത്തിലുള്ള ജനങ്ങൾ. 5 വർഷം കൂടുമ്പോൾ ആകെ 10-30 കോടി ഉറുപ്പ്യ 50 കോടിൻ്റെ താഴെ കിട്ടുള്ളൂ. 200 കോടിൻ്റെ വികസനം ആരും പറയരുത്. പറഞ്ഞാൽ ഞാനത് വിവരാശം കൊടുത്തിട്ട് എഴുതി മേടിക്കും. പഴയ റോഡുകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ റോഡ് 88 മുതലുള്ള റോഡിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് കുണ്ടും കൂടിയോട്ട് ഓട്ടയടച്ചിട്ട് ബോർഡ് കൊണ്ട് വെച്ചിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് മറ്റുള്ളവരൊക്കെ ബോർഡ് വെച്ചിട്ട് നടന്ന CPMകാരാണ്. അങ്ങോട്ട് പറയണ്ട. 20 വർഷം മുമ്പ് പണിത റോഡിനെ, 15 വർഷം മുമ്പ് പണിത റോഡിനെ, K. ബാബു പണിത റോഡിനെ, പിന്നെ അതിന് മുമ്പ് ലക്ഷ്മിക്കുട്ടി ചേച്ചി പണിത റോഡിനെ, ഇതെല്ലാം റോഡ് 2000 മുതലുള്ള എല്ലാ റോഡുകളും പല പാർട്ടിയും ഭരിച്ച് മാറി പോയ സമയത്ത് ഉള്ള